പിന്നീട് എല്ലാവരും കൂടി അയോധ്യയിലേക്ക് മടങ്ങുകയാണ്. വാദ്യമേളങ്ങളുടെ അവർ അയോധ്യയിലേക്ക് മടങ്ങിയത്. ആ സമയം സീതാദേവിയെ വിളിച്ച് ഒരു ഭാര്യയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമെന്ന് ജനകൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അവർ യാത്ര തുടങ്ങി കുറച്ച് വഴി പിന്നിട്ടപ്പോൾ ചില ദുർനിമിത്തങ്ങൾ കണ്ടു. ദശരഥൻ വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു, എന്തേ ഇതിന് കാരണം? ഗുരു പറഞ്ഞു, ചെറിയ പ്രശ്നങ്ങളുണ്ടാകും, അത് കഴിഞ്ഞ് എല്ലാം ശരിയാകുമെന്ന്. പറഞ്ഞതും വഴി തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ബാണങ്ങളെല്ലാം എടുത്ത് വളരെ കോപത്തോടെ പരശുരാമൻ നിൽക്കുന്നു. ദശരഥൻ ചെന്ന് പാദത്തിൽ വീണ് സ്തുതിച്ചു, ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞു. അതൊന്നും വകവയ്ക്കാതെ പരശുരാമൻ കോപത്തോടെ ശ്രീരാമനോട് ജ്വലിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞാനൊഴിഞ്ഞ് മറ്റൊരു രാമനുണ്ടോ? നീ ക്ഷത്രിയനാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ വരൂ. വില്ല് കുലയ്ക്കാൻ നിനക്ക് വലിയ താല്പര്യമാണെന്ന് കേട്ടു. ശൈവചാപം കുലച്ച നിനക്ക് എൻ്റെ കയ്യിൽ ഒരു വൈഷ്ണചാപമുണ്ട്, അത് കുലയ്ക്കാൻ പറഞ്ഞു. നീ യുദ്ധം ചെയ്യാൻ വരൂ, പണ്ട് തൊട്ടേ നമ്മൾ തമ്മിൽ ശത്രുക്കളാണ്. ഇതൊക്കെ കേട്ട് ഭൂമി വിറച്ചു, ദിക്കുകളെല്ലാം അന്ധകാരം കൊണ്ട് നിറഞ്ഞു. രാമൻ പറഞ്ഞു, ഞങ്ങൾ ബാലന്മാരല്ലേ മഹർഷി, ഞങ്ങൾക്ക് അവിടുന്നല്ലേ ആശ്രയം. എനിക്ക് വലിയ കഴിവൊന്നുമില്ല ശസ്ത്രപ്രയോഗത്തിൽ, എനിക്ക് ശത്രുക്കളും ആരുമില്ല, എല്ലാവരെയും മിത്രമായി കാണുന്നു. അങ്ങയ്ക്ക് ഇനിയും അതുമൂലം പരിഭവം വേണ്ട. ഇനിയും ഞാൻ വില്ല് കുലച്ചില്ല എന്ന് വെച്ച് അങ്ങ് പരിഭവിക്കേണ്ട. ആ വില്ലിങ്ങ് തന്നാലും. വില്ലെടുത്ത് രാമനങ്ങനെ നിന്നപ്പോൾ 14 ലോകവും വളരെ തേജസ്സോടെ കണ്ടു. എന്നിട്ട് ആ ബാണം എടുത്തിട്ട് ചോദിച്ചു, അവിടുന്ന് ലക്ഷ്യം കാണിച്ചു തരണം, അമ്പ് അയച്ചാൽ അത് വെറുതെ ആകരുത് എന്ന്. രാമൻ്റെ വാക്കുകൾ കേട്ട് വളരെ സന്തോഷത്തോടെ പരശുരാമൻ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ബാല്യത്തിൽ ചക്രതീർത്ഥത്തിൽ ചെന്ന് നാരായണനെ തപസ് ചെയ്യുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായി പറഞ്ഞു, ഉണരൂ, നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇനി നീ പിതാവിനെ വധിച്ച കാർത്തികേയ വീരാർജുനെ ഏത് വിധേനയും കൊല്ലണം. എന്നിട്ട് കശ്യപന് ഭൂമിയെ ദാനം ചെയ്തിട്ട് നീ തപസ് ചെയ്തു. ത്രേതായുഗത്തിൽ ഞാൻ ശ്രീരാമനായി അവതരിക്കും. അന്ന് നമുക്ക് തമ്മിൽ കാണാം. അപ്പോൾ എൻ്റെ തേജസ് എല്ലാം രാമന് നൽകി നീ വീണ്ടും പ്രളയാന്തരം വരെ എന്നെ തപസ് ചെയ്ത് വസിച്ചിടുക എന്ന് മറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിലുള്ള വൈഷ്ണവ തേജസ് അങ്ങയിൽ സമർപ്പിച്ച് എന്നിലുള്ള എല്ലാ അഹങ്കാരവും കളഞ്ഞ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പരശുരാമൻ ശ്രീരാമനെ സ്തുതിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, ഈ സ്തുതി ചൊല്ലുന്നവർ എല്ലാം ഭക്തനും തത്വജ്ഞനുമാകണം. അതുപോലെ മരണസമയത്ത് അങ്ങയുടെ പാദങ്ങൾ സ്മരിച്ച് സൽഗതി ഉണ്ടാവാനും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പരശുരാമൻ പറഞ്ഞു. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ശ്രീരാമൻ അനുഗ്രഹവും നൽകി. പിന്നീട് പരശുരാമൻ മഹേന്ദ്രപർവ്വതത്തിൽ ചെന്ന് തപസ്സിൽ മൂഴി. മഹർഷിമാരെല്ലാം അവരുടെ തപശക്തി നല്ല കാര്യത്തിനായി വിനിയോഗിച്ചിരുന്നത്. നമുക്കും ഒന്നും നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കാം. പിന്നീട് അവർ സന്തോഷത്തോടെ അയോധ്യയിലെത്തി സുഖമായി വസിച്ചു. ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്നാണ് എന്ന തത്വം പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ നമുക്ക് നൽകുന്ന തത്വം. അടുത്ത ഭാഗം നമുക്ക് ഇനിയും 3-ാം ദിവസം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.